ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് ജനറൽ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്കുള്ള ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് എന്താണ് കാണുന്നത് നോക്കാം. നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഇന്നത്തെ ദിവസം. ലെറ്റ്സ് സീ. ഇന്ന് ഒരു ജനറൽ എനർജി നിങ്ങളുടെ 8 of Cups, Chariot, 10 of Swords. Okay. ആക്ച്വലി ഒരു മൂവിങ് ഓൺ എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, മൂവിങ് ഓൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോരുത്തരുടെ നിങ്ങളുടെ ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എന്തോ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്തോ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. 8 ആണിത്. ഓക്കെ, 8 of Cups ആക്ച്വലി നമ്മൾ എന്തെങ്കിലും ഒരു എൻഡിങ് എന്നല്ല, ഇതിവിടെ മനസ്സുകൊണ്ട് ആക്ച്വലി ശരിക്കും നിങ്ങളിപ്പോൾ ഒരു സിറ്റുവേഷൻ വിട്ടു പോകണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ ജോലി നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റും ഒരു റെക്കഗ്നീഷനും കിട്ടുന്നില്ല എന്ന് വിചാരിക്കൂ. ഓക്കെ, അതിനെ ചിലപ്പോൾ വിട്ടുമാറൽ, അങ്ങനെയുള്ള അവിടുന്ന് ചിലപ്പോൾ വിട്ടുമാറലായിരിക്കാം, വേറൊരു ജോലി നോക്കി മാറുന്ന കാര്യമായിരിക്കും. കുറച്ച് പേർക്ക് സപ്പോസ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സണിൻ്റെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച് ആവുക എന്ന് പറയും. അതായത് നമ്മൾ പറയില്ലേ, മനസ്സുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സ് കല്ലായി പോവുക, അങ്ങനെ എടുക്കാം. ഒരു തരത്തിൽ കല്ലാവല്ല, ബട്ട് നിങ്ങൾ ആ വേദനകളെ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി ഇവിടെ വീണ്ടും ഒരേ കാർഡ്, ഐ തിങ്ക് ഇന്നലെയും ഇന്നലെയും പിന്നെ ഞാൻ നോക്കി, ഐ തിങ്ക് ഈ ഒരു എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ മാസം നമ്മുടെ ഓഗസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു, ഇത് കർമ്മ ക്ലിയറിങ്ങിൻ്റെ ഒരു മന്തായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. 8 നമ്പറിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എവിടെയോ ഒരു എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ചില കർമ്മ ക്ലിയറിങ് ആയിരിക്കാം. ഓക്കെ, ചിലത് നിങ്ങളെ വേദനിപ്പിച്ചതിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാരങ്ങൾ, താങ്ങാൻ പറ്റാത്ത ഭാരങ്ങൾ നിങ്ങൾ താഴെയിടാണ്. ഓക്കെ, നിങ്ങൾ ഇനി എനിക്ക് ഇത് പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. അത്രത്തോളം നിങ്ങൾ വേദനിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ശരിക്കും ഇതിവിടെ ഓൾമോസ്റ്റ് നമ്മൾ പറയില്ലേ, നമ്മൾ വിശ്വസിച്ചവർ, ട്രസ്റ്റ് ചെയ്തവർ ആരെങ്കിലും നിങ്ങളെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക, നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുക, ഓക്കെ, ചതിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഒരുപാട് ഭാരം ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇത് കയ്യിൽ കൊണ്ട് നടക്കുന്ന ഭാരമല്ല. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ഏറ്റിയിരിക്കുന്ന ഭാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ ഭാരങ്ങളെ നിങ്ങൾ താഴെ ഇടാൻ തീരുമാനിക്കുന്ന പോലെയാണ്. ഓക്കെ, ലെറ്റിംഗ് ഗോ ആണ് എന്ന് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, ചിലതിൽ നിന്ന് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ സിറ്റുവേഷൻ വിട്ടു മാറുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് വിട്ടുമാറും. ഓക്കെ, ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നമ്മളോട് ഒട്ടും നമ്മൾ ഒരു ചർച്ചയില്ലാതെ ആവാം, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയല്ല ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മാറുക, അങ്ങനെ ആവാം. ഫ്രണ്ട്സ് ആരെങ്കിലും ആണെങ്കിലും ഓക്കെ, അവിടെ ഒരു വിട്ടുമാറൽ എനിക്ക് കാണുന്നുണ്ട്. ജോലി ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു ജോലിയുടെ മാറ്റം ശ്രമിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഉള്ളതിൽ നിന്ന് ഒന്ന് വിട്ടു മാറുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ ഇമോഷണലി വോക്കിംഗ് അവേ ആയിരിക്കാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഈ വേദനകൾ ഇനി എന്നെ ഇത് വേദനിപ്പിക്കില്ല. ഓക്കെ, ഇത് എൻ്റെ കർമ്മയല്ല, അത് അവർ ചെയ്ത കാര്യമാണ്. ഓക്കെ, വേറൊരു വ്യക്തി ആണ് നിങ്ങളെ വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ വേദനിപ്പിച്ചതെങ്കിൽ നിങ്ങൾ ഇനി മനസ്സുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കും, ഇനി ഈ ഒരു ഭാരം ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കില്ല. അവരെന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റല്ല, എൻ്റെ മിസ്റ്റേക്ക് അല്ല. ഓക്കെ, അത് അവരുടെ കർമ്മയാണ്. ഓക്കെ, അവരെന്ത് ചെയ്തു എന്നുള്ളത് അത് അവരുടെ കർമ്മയാണ്. ഇനി ഞാൻ അതിൻ്റെ മേലെ ഒരു ഭാരമായിട്ട് ഞാൻ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കുന്ന അതും ഒരു കാര്യം ഇവിടെ എനിക്ക് വളരെ, കാരണം ഇതിൽ ലൈക്ക് എനിക്ക് ശരിക്കും ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ ആ ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെയധികം ആ ഒരു ശരിക്കും താങ്ങാൻ പറ്റാത്തത്ര ആ ഒരു വേദന നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. ഓക്കെ, കാരണം നമ്മൾ അത്രയും ട്രസ്റ്റ് ചെയ്ത വ്യക്തികളിൽ നിന്നാവുമ്പോൾ അല്ലേ, നമുക്ക് ആ ഒരു സഹിക്കാൻ പറ്റില്ല. അതൊരു വല്ലാത്ത ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഇമോഷണലി നമ്മൾ വേദനിക്കുന്നതാണ് ഏറ്റവും വലിയ വേദന. ഓക്കെ, ബാക്കി എന്തും നമുക്ക് സഹിക്കാൻ പറ്റും. ഫൈനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സഹിക്കാൻ പറ്റും. നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ പോകാൻ ശ്രമിക്കും. പക്ഷെ മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ബട്ട് ഐ തിങ്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 8 of Cupsൻ്റെ നിങ്ങൾ വാക്കിംഗ് അവേ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് സാധിക്കുന്നവർക്ക് അങ്ങനത്തെ വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾ വിട്ടുമാറുന്നുണ്ട്. നിങ്ങളെ ചതിച്ചവരിൽ നിന്ന്, വേദനിപ്പിച്ചവരിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുന്നുണ്ട്. ജോലിയാണെങ്കിൽ അത് വിട്ടുമാറി വേറൊരു പുതിയ ജോലിക്ക് നിങ്ങൾ ശ്രമിക്കാൻ തയ്യാറാവുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒരു എൻഡിങ് ആണ് കാണുന്നത് എനിക്ക്. ഓക്കെ, ബട്ട് ഈ എൻഡിങ് ആക്ച്വലി നിങ്ങൾക്ക് ഈ തീരുമാനം എടുക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഈസി ഡിസിഷൻ.
കാരണം ഒന്ന് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവിടെ ബാക്കി ഉണ്ടാവും അല്ലേ. എത്ര ഒരാൾ നമ്മളെ വേദനിപ്പിച്ചാലും ചിലപ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ബാക്കിയുള്ളപ്പോൾ നമുക്കത് വിട്ട് കളയാൻ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. സോ ആ ഒരു തീരുമാനം എടുക്കാൻ, ഓക്കെ ഇതിവിടെ വിട്ട് മാറി പോകുന്നു എന്ന് കാണുന്നുണ്ട്, ഇത് ഈ ഭാഗത്തേക്ക് നമ്മൾ എൻഡിങ് എന്ന രീതി കാണുന്നുണ്ട്, പക്ഷേ ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് നോക്കുന്നത്. നൗ യു ആർ റെഡി ടു ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിലേക്ക് നോക്കാൻ തുടങ്ങുന്നുണ്ട്, അവനവനിലേക്ക് നോക്കാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെ ഒരു ഹാങ്മാനും ഉണ്ട്. സോ ഈ ഒരു ഡിസിഷൻ ഈ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എളുപ്പം, ഇന്നലെയും ഐ തിങ്ക് ഇതേ എനർജിയാണ് ഓൾമോസ്റ്റ് വന്നത്, നമുക്കത് കണ്ടിന്യൂ ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവാം ഇപ്പോൾ. അതുകൊണ്ടാണ് കുറച്ച് പേരുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ചസ് വരുന്ന, കാർമിക് സമയം എൻഡ് ആവുന്ന ഒരു കാര്യം, ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നാണ് ഇവിടെ. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോലി ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാറ്റുന്നതായിരിക്കും, അങ്ങനെ എടുത്തോളൂ. അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വേദനിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ വിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ്. ആക്ച്വലി ഇതിപ്പോഴും പോസിറ്റീവാണ് ഈ കാർഡ്. വിട്ട് മാറുന്നത് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് വിഷമമുള്ള കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ലതല്ലാത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരാത്ത കാര്യങ്ങൾ, അതിനെ വിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആക്ച്വലി നമ്മൾ മുന്നോട്ട് ഒരു ഹാപ്പിനെസ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് വരുന്നത് ഒരു ഫ്യൂച്ചർ എക്സ്പെക്ടേഷനോടെ മൂവ് ചെയ്യുന്നതാണ്. സോ ചാരിയറ്റ് ഉണ്ട് ഇവിടെ, 9 of Cups ഉണ്ട്. സോ നിങ്ങളുടെ ഒരു പാത്ത് ചൂസ് ചെയ്യുകയാണ്, നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിനുവേണ്ടി പക്ഷേ ഈ ഭാരങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്. അത് അത്ര എളുപ്പമല്ല. നിങ്ങൾ ഐ തിങ്ക് കുറേ ചിന്തിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ചില സമയത്ത് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഇങ്ങനെ ചതിക്കപ്പെടുക, ചീറ്റിയപ്പെടുക, അങ്ങനെ എന്തുണ്ടായാലും വേറെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോഴും എവിടെയോ നമ്മൾ അതിലൊരു എന്താ പറയുക, നമുക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ ശ്രമിക്കും, അവസരം കൊടുക്കാൻ ശ്രമിക്കും അല്ലേ, അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് വരും. ബട്ട് ഐ തിങ്ക് ഇപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഇനി ഇത് എത്ര അവസരം കൊടുത്തിട്ടും കാര്യമില്ല, ഇനി ഇത് ശ്രമിച്ചിട്ട് കാര്യമില്ല, ഇവിടെ ഗിവ് അപ്പ് ചെയ്യാനുള്ള ടൈമായി എന്ന രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് കാണുന്നുണ്ട്. ബട്ട് യെസ്, ഡെത്ത് ഫൈനലി നിങ്ങൾ തീരുമാനിക്കണം. നോ, നഷ്ടത്തിന്റെ വിഷമം ഉണ്ടാവും. ഞാൻ ജസ്റ്റ് കാർഡ്സ് നോക്കിയെന്ന് മാത്രം. ഒരേ തീം വരുന്നുണ്ടോ എന്നുള്ളത് യെസ്. നിങ്ങൾക്കറിയാം ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇനി ഇതിലിവിടെ നമ്മൾ വെറുതെ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല, നമ്മളിതിനിവിടെ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സോ ആ തീരുമാനം നിങ്ങൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില സത്യങ്ങൾ നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടി വരും അല്ലേ. അത് നിങ്ങൾക്ക് ഐ തിങ്ക് കാണാൻ തുടങ്ങും, നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ആ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുക. ഇവിടെ തിരിച്ചറിവിൻ്റെ ഒരു കാർഡ് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങളെ നല്ലോണം അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. ബട്ട് യെസ്, ഓവറോൾ ഇതിങ്ങനെ ഈ രണ്ട് നമ്മൾ പറയില്ലേ, ലെറ്റ് ഗോ ചെയ്യുമ്പോൾ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങളാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് ചൂസ് ചെയ്യാണ്. നിങ്ങളെ എന്താണ് സന്തോഷം തരുന്നത്? 8 കഴിഞ്ഞ് ഇവിടെ 9 ആണ്. സോ 8ൽ നിന്ന് നിങ്ങൾ 9ലേക്കാണ് വരുന്നത്. സോ യു ആർ മൂവിങ് ഓൺ ടു ഹാപ്പിനെസ്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് എന്ന രീതിക്ക് പറയാം, സന്തോഷങ്ങൾ വരുന്നു എന്ന രീതിക്ക് പറയാം, സാറ്റിസ്ഫാക്ഷൻ വരുന്നു എന്ന രീതിക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ചോയ്സ് എടുത്ത് ഫോക്കസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, എൻ്റെ സന്തോഷം ഞാൻ ചൂസ് ചെയ്യുന്നു, എൻ്റെ സമാധാനം ഞാൻ ചൂസ് ചെയ്യുന്നു, ബാക്കി ഇനി ഒന്നും എനിക്ക് മാറ്ററല്ല എന്ന് പറയുന്ന ആ ഒരു ഘട്ടം എത്തിക്കാണും, അല്ലെങ്കിൽ എത്തും. ലെറ്റ്സ് സീ, ഗൈഡൻസ് കൂടെ എടുത്തേക്കാം. ഈ ഒരു മന്ത് ഐ തിങ്ക് ആ ഒരു കാർമിക് എനർജി ക്ലിയറിങ്ങിൻ്റെ സമയമാണ്. കാർമിക് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, നമ്മളെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്നത്, നമ്മുടെ ലൈഫിൽ പഠിക്കാനുള്ള ലെസൺസ്, അത് പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതാണ് കാർമിക് സിറ്റുവേഷൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അല്ല, അപ്പോഴേ കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ, അതാ പറയുന്നത്. സോറി, അസെൻഡഡ് മാസ്റ്റേഴ്സ്. തേർഡ് ഐ ചക്ര, ഐ തിങ്ക് സിമിലർ. Have you asked your angels for help? പറയാം ഞാൻ. Visualize success. Awesome. Goddess കാണുന്നുണ്ട്. വാക്യൂം അവേ ഫിയർ എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആർക്കേഞ്ചൽ മൈക്കൽ അല്ലെങ്കിൽ റഫേലിനെ വിളിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പേടികളെ നിങ്ങൾ ക്ലിയർ ചെയ്യാനാണ് പറയുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ ഈ വിട്ടുപോകുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളുടെ ഭാഗത്തായിരിക്കില്ല തെറ്റ്. നമ്മളല്ല തെറ്റ് ചെയ്യുന്നത്, പക്ഷെ എവിടെയോ നമ്മുടെ ഉള്ളിൽ ആ പേടി കിടക്കും. ഞാനാണോ മിസ്റ്റേക്ക് ചെയ്യുന്നത്, ഞാൻ തെറ്റിദ്ധരിച്ചാണോ, ഞാൻ മനസ്സിലാക്കിയ തെറ്റിയതാണോ എന്നൊക്കെ എപ്പോഴും നമ്മൾ അവനവനെ, അല്ലെങ്കിൽ ഞാനിത് വിട്ടുപോയി കഴിഞ്ഞാൽ എന്താവും, എന്ത് ചെയ്യും ഞാൻ, അങ്ങനത്തെ കുറേ പേടികൾ ഉണ്ടാവും. പറ്റി ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിനേക്കാൾ ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ്.
ascended masters നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, പവർഫുൾ ലവിങ് ആൻഡ് വൈസ് സ്പിരിച്വൽ ടീച്ചേഴ്സ് ആർ വാച്ചിങ് ഓവർ ആൻഡ് ഗൈഡിങ് യു. നിങ്ങളെ സ്പിരിച്വൽ റെൽമിൽ നിന്ന് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു ബോൾഡ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു വേദന, ഇനി ഞാൻ മറ്റുള്ളവരുടെ കർമ്മ, അവർ എന്താണെന്ന് വെച്ചാൽ അവരുടെ കർമ്മ, ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിനെ മൂവ് ഓൺ ചെയ്യുന്നു എന്ന ഒരു തീരുമാനം നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ യൂണിവേഴ്സ് ഇസ് വാച്ചിങ് യു, സപ്പോർട്ടിങ് യു. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങൾ ബെറ്റർ ആക്കാൻ ഒരു അവസരം, ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ആക്ച്വലി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് ഐ ചക്രയുടെ ഓപ്പണിംഗ് കാണുന്നുണ്ട് ഇവിടെ. സോ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ തലകീഴായി കിടക്കുകയാണ്, ഓക്കെ, ബട്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ഇത് കൂടിയാണ് ഇവിടെ. ആൻഡ് ഇവിടെ നമ്മൾ ഇതിവിടെയും ഞാൻ പറഞ്ഞു കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചിലത് കാണാൻ നമ്മൾ കണ്ടിട്ടും ചിലത് കണ്ടില്ല എന്ന് വെക്കും. ബിക്കോസ് ആ കാര്യങ്ങൾ നമ്മൾ ശരിക്കും കണ്ടു, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ സാധിക്കില്ല, അല്ലേ? അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ തീരുമാനം എടുക്കാൻ മടിക്കുന്നത്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആവുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാരിറ്റി ഓട്ടോമാറ്റിക്കലി വരും. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിവ് കൊണ്ടുവരും എന്നാണ്. ആൻഡ് ഇവിടെ ഏഞ്ചൽസിനോട് ഹെൽപ്പ് ചോദിക്കാൻ പറയുന്നുണ്ട് നിങ്ങളോട്. യുവർ ഏഞ്ചൽസ് വോണ്ട് ടു ഹെൽപ്പ് യു, however they require permission before they can intervene. ഓക്കെ, നിങ്ങൾ ഏഞ്ചൽസിന് പെർമിഷൻ കൊടുക്കണം. ഓക്കെ, ഇനി ഇതിന് ഒരു ഇത് ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഈ എൻ്റെ ഒപ്പം വേണമെങ്കിൽ ചെയ്തോളൂ. പോസ് ചെയ്തിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ മുമ്പിൽ ബാബ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെയാണോ നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ യൂണിവേഴ്സിനോട് പറയാം, ദൈവത്തിനോട് പറയാം, ഈ ഭാരം ഇനി എൻ്റെ അല്ല. ഓക്കെ, ഈ ഭാരം എന്നെ വേദനിപ്പിച്ചത്, മറ്റുള്ളവർ എന്നെ വേദനിപ്പിച്ചു, എന്നെ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് ആ സിറ്റുവേഷൻ, ഇനി ഞാനതിനെ ആ ഭാരം ഞാനത് പേറി നടക്കില്ല, ഞാനത് പേറി നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് ബാബയുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലേക്ക്, യൂണിവേഴ്സിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. ഓക്കെ, ഇനി ഈ വേദന എൻ്റെ അല്ല, അവരുടെ കർമ്മ എന്താണോ അത് ബാബയോ ആരാച്ചാലോ അത് നോക്കിക്കോളാം. ഓക്കെ, എനിക്കിനി എൻ്റെ ഒരു ലൈഫ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിക്കുക, എനിക്കതിന് വേണ്ട സപ്പോർട്ട് എനിക്ക് തരാം. ഇതിൽ നിന്ന് പുറത്തു വരാൻ, ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ, ഈ വേദനയിൽ നിന്ന് പുറത്തു വരാൻ, എൻ്റെ ലൈഫിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സപ്പോർട്ടായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുക. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എന്നെ ഗൈഡ് ചെയ്യൂ, എൻ്റെ കൂടെ നിൽക്കൂ, എന്നെ മുന്നോട്ട് എനിക്ക് വഴി കാണിച്ചു തരൂ എന്ന് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ. ഓക്കെ, ഏഞ്ചൽസ് തീർച്ചയായിട്ടും നമ്മളൊരു പെർമിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ഞാനല്ല ചെയ്യാൻ പോകുന്നത്. എന്നെക്കൊണ്ട് എന്താണോ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അങ്ങോട്ട് വിട്ടു തരുന്നു. ഓക്കെ, ഞാൻ എന്താ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ, നിങ്ങൾ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാനിവിടെ നിൽക്കും, എന്നെ തള്ളി എങ്ങോട്ടാണോ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ചെയ്യൂ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ആ പെർമിഷൻ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കും. ഓക്കെ, ദാറ്റ് ഇസ് സറണ്ടറിങ് എന്ന് പറയും. ഓക്കെ, ഞാൻ ഇതിന് ശരിയാക്കാൻ നോക്കുന്നില്ല, ബെറ്റർ ആക്കാൻ നോക്കുന്നില്ല, അവരോട് തർക്കിക്കാൻ നിൽക്കാൻ പോകുന്നില്ല. ഓക്കെ, ഒന്നും ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ലെറ്റ് ഗോ ചെയ്തു, സറണ്ടർ ചെയ്തു. ഓക്കെ, നൗ വാട്ട് എവർ ഹാപ്പൻസ് ഇറ്റ്സ് അപ് ടു യു എന്ന് യൂണിവേഴ്സിനോട് പറഞ്ഞു വിട്ടേക്കാം. ഓക്കെ, ഇവിടെ അതുപോലെ വിഷ്വലൈസ് സക്സസ് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശരിക്കും സിറ്റുവേഷനിൽ ബെറ്റർ ആയിട്ട്, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആയാലും അതിൽ ഓവർകം ചെയ്യുന്നുണ്ട്, അതിൽ ബെറ്റർ ആവുന്നുണ്ട്, നിങ്ങൾക്കൊരു പോസിറ്റീവ് ഔട്ട്കം വരുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങളോട് സങ്കല്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കണ്ണടച്ച്, ഓക്കെ, എല്ലാം ബെറ്ററായി, ഞാൻ വളരെ പീസ്ഫുള്ളാണ്, ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ലൈഫ് വളരെ നല്ലതാണ്, എനിക്ക് നല്ലൊരു കരിയർ ഉണ്ട്, എനിക്കൊരു ജോലിയുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് നല്ലൊരു ജോലി സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ട് നല്ലൊരു കൊളീഗ്സിനോടൊക്കെ ഞാൻ നല്ല ചേർന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഞാൻ വളരെ ഹാപ്പി ആയിട്ട്, ഞാൻ എല്ലാവരെയും കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, എൻ്റെ ഫൈനാൻഷ്യലി എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് നമ്മളെപ്പോഴും ഓവറായിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യൂണിവേഴ്സിനോട് പറയാം, എല്ലാം എനിക്ക് സ്മൂത്തായിട്ട് പോകാൻ പാകത്തിന് എനിക്ക് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, അതിന് ഞാൻ നന്ദിയുള്ളവളാണ്. ഓക്കെ എന്ന് പറയാം. നമ്മൾ അങ്ങനെ ഒരു വിഷ്വലൈസിങ് നിങ്ങളെ മനസ്സിൽ ഐ എം ഹാപ്പി, ഓക്കെ എന്ന് നിങ്ങൾ സ്വയം സങ്കല്പിക്കാൻ തുടങ്ങുക, അത് തന്നെ നടക്കും. ഓക്കെ, ആൻഡ് ഇവിടെ ഗോഡസ് ഉണ്ട്. എക്സ്പ്രസ് യുവർ ഡിവൈൻ ഫെമിനൈൻ എനർജി, എംബ്രേസിംഗ് ഇറ്റ്സ് മാജിക്കൽ ഇൻറ്റ്യൂഷൻ ആൻഡ് ന്യൂച്ചറിംഗ് ക്വാളിറ്റി. സി, ഇവിടെ നമ്മൾ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഇവിടെ ഡിവൈൻ ഫെമിനൈൻ എന്നാണ് പറയുന്നത്. സോ എല്ലാവരുടെയും ഉള്ളിൽ ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് അത്. അതായത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ആക്ഷൻ എടുക്കുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ചെയ്യുന്നത് നമ്മൾ കൂടുതലും മാസ്കുലൈൻ എനർജി ആയിട്ട് കണക്കാക്കും. എനിക്ക് ഒരു ന്യൂച്ചറിങ്, കെയറിങ്, അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വെക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നതിന് ഫെമിനൈൻ എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു മാൻ ഫെമിനൈൻ ക്യാരക്ടർ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അവരിതായി എന്ന രീതിക്ക് ഒട്ടും നമ്മൾ കണക്കാക്കില്ല, അങ്ങനെയില്ല. ഓക്കെ, ബട്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്കാണ് വരേണ്ടത്.
നിങ്ങൾ അവനവനെ കെയർ ചെയ്യാൻ തുടങ്ങുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ ആ ഫെമിനൈൻ എനർജി നിങ്ങളുടെ ഉള്ളിൽ വരണം. അപ്പോഴേ നിങ്ങൾക്ക് വേറെ ആൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, നിങ്ങളെ മറ്റൊരു അവർ ചെയ്തതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും, പക്ഷെ അത് ഞാൻ സഹിക്കേണ്ട ആവശ്യമില്ല, അത് വേറെ. ഓക്കെ, അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. അവരത് ചെയ്ത എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ അവരെ മനസ്സുകൊണ്ട് ഞാൻ മാപ്പ് കൊടുക്കുന്നു, ഞാൻ മൂവ് ഓൺ ചെയ്യുന്നു. ഓക്കെ, സോ അങ്ങനെ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് നിങ്ങൾ വരിക എന്ന് മാത്രമല്ല, അവനവനെ നിങ്ങൾ കെയർ ചെയ്യുക, അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതെപ്പോഴും നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, വേറൊരാൾ വേദനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളത് അനുവദിച്ചു കൊടുത്തിട്ടാണ്. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്, അവനവന് തന്നെയാണ്. ഓക്കെ, സോ എപ്പോഴും അതുകൂടി നിങ്ങൾ ഓർക്കുക, മറക്കരുത്. സോ എനിവേ, ഇവിടെ നിങ്ങൾ ഇന്ന് എന്തോ വളരെ ഹെവി ആയിട്ടുള്ള എനർജിയാണ്. മേ ബി ഐ തിങ്ക് അമാവാസി, ശരിയാണല്ലോ, അമാവാസി വരുന്നുണ്ട്. എന്തോ ഒരു സ്പെഷ്യൽ അമാവാസിയാണെന്നാണ് തോന്നുന്നത്. ഈ സാറ്റർഡേ ആണ് ഞാൻ കേട്ടത്. സോ അതിൻ്റെയൊക്കെ എനർജി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കാണാം. എന്തോ ഇവിടെ കുറച്ചൊരു ഹെവി എനർജി എനിക്കൊന്ന് ഫീൽ ചെയ്തു. എന്തായാലും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, വളരെ മൈൻഡ് പോസിറ്റീവാക്കി വെക്കുക. എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെച്ചിട്ട് യൂണിവേഴ്സിന് വിട്ടു കൊടുക്കുക, സറണ്ടർ ചെയ്ത് വിടുക. എന്നിട്ട് എന്ത് സംഭവിച്ചാലും എല്ലാം നല്ലതിനാണ് എന്ന രീതിയിൽ ആൻഡ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക, അവനവനെ സമർപ്പിക്കുക. എന്നിട്ട് ഓക്കെ, ഇനി എന്താണോ എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലത് തരണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞാൻ വിട്ടു തരുന്നു, എന്നെക്കൊണ്ട് എന്താണോ ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കൂ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.